നല്ല പച്ച മാങ്ങ. ഇതിലൊരു മാങ്ങ പറിച്ചെടുത്തിട്ട് ഇന്ന് നല്ല പച്ച മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ? വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ മാങ്ങയുടെ ഒരു പകുതി കഷ്ണം മുറിച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച്, പിന്നെ അതേപോലെ ഇഞ്ചിയുടെ ചെറിയ കഷ്ണം, പിന്നെ അതേപോലെ ഒരു വറ്റൽമുളകും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചെറിയ ചൂടാക്കിയിട്ട് വേണം നമുക്ക് മിക്സീൻ്റെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് ചമ്മന്തിയാക്കാൻ. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ കളറൊന്നും മാറണമെന്നില്ല, ഇതിൻ്റെ പച്ചച്ചവ ഒന്ന് ജസ്റ്റ് മാറി കിട്ടിയാൽ മതി. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇത് ചമ്മന്തിയാക്കി എടുക്കാം. ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ സൂപ്പർ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ മാങ്ങാ ചമ്മന്തിയും കൂട്ടിയിട്ട് ചോറുണ്ണാൻ പോവാണ്. വേറെ കറികളൊന്നുമില്ല. നല്ല രുചിയുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല രുചി.